നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ നാം ചെയ്യാറുള്ളത് പോലൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഓട്ടപ്രദക്ഷിണം അവതരിപ്പിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് വളരെ ശ്രദ്ധേയമായൊരു വിഷയത്തിലാണ്. വിഷയം ടിപ്പു സുൽത്താനാണ്, സ്വാതന്ത്ര്യ ദിനവുമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യത്തിനായി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ഒരു പോരാളിയാണ് ടിപ്പു സുൽത്താൻ എന്ന് പല ഇസ്ലാമിക വർഗീയവാദികളും കാലാകാലങ്ങളായി പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെയുള്ളൊരു പോസ്റ്റാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദിത്യ വിക്രമൻ ഇടയ്ക്കിടെ ഞാൻ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ അവതരിപ്പിക്കാറുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ പോസ്റ്റും കുറിച്ചിരിക്കുന്നത്. ഒരല്പം രൂക്ഷമായ ഭാഷയിലുള്ള പോസ്റ്റാണ്. അസഭ്യമൊന്നുമില്ല, പക്ഷേ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നിയേക്കാം പലർക്കും. അത് ആ വിഷയത്തിൻ്റെ കുഴപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേരെ പോസ്റ്റിലേക്ക് കിടക്കുന്നു. പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മിനിയാന്ന് 80-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു ഇസ്ലാം മത തീവ്രവാദി തൻ്റെ മകനെ ടിപ്പുവിൻ്റെ വേഷം കെട്ടിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നുവെന്നും ധീരനായിരുന്നുവെന്നും അവകാശപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് ശശികല ടീച്ചർ അതിനെതിരെ മറുപടി പറഞ്ഞ പോസ്റ്റും കണ്ടു. അതിന് മറുപടിയായി അവൻ വീണ്ടും ശശികല ടീച്ചറെയും സംഘപരിവാറിനെയും സവർക്കറെയും തെറി വിളിച്ചും അധിക്ഷേപിച്ചും വീണ്ടും പോസ്റ്റ് ഇട്ടു. ഇതൊക്കെ കാണുമ്പോൾ ആത്മാഭിമാനമുള്ള ഏത് ഇന്ത്യക്കാരനാണ് അരിശം വരാത്തത്? ആത്മാഭിമാനമുള്ള ഏത് ഹിന്ദുവിനാണ് ദേഷ്യം വരാത്തത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ കാരണങ്ങൾ ആദിത്യ വിക്രമൻ തന്നെ മുന്നോട്ട് പറയുന്നുണ്ട്. 10,000-കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് ഒരു അധിനിവേശ നരാധമനെയാണ് ഈ മതതീവ്രവാദി മഹത്വവൽക്കരിക്കുന്നത്. അവനെ മഹത്വവൽക്കരിക്കാൻ തേജോവധം ചെയ്യുന്നതാകട്ടെ ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാരൻ്റെ ജയിലിലും വീട്ടുതടങ്കലിലുമായി 27 വർഷങ്ങൾ കഴിച്ചുകൂട്ടിയ രാജ്യസ്നേഹിയായ ഒരു സ്വതന്ത്ര സമര പോരാളിയെ എങ്ങനെ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും? ശശികല ടീച്ചറെയും സംഘപരിവാറിനെയും പുലഭ്യം പറഞ്ഞുകൊണ്ട് ടിപ്പുവിനെ മഹത്വവൽക്കരിച്ചാൽ അത് ഹിന്ദു സമൂഹത്തെ ബാധിക്കുകയില്ലെന്നാണോ ഈ മതതീവ്രവാദി വിചാരിക്കുന്നത്? ടിപ്പു മലബാറിൽ വന്ന് ഹിന്ദുക്കളെ കൂട്ടക്കൊല നടത്തുമ്പോൾ സംഘപരിവാർ ഇല്ലായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. സംഘപരിവാറിൻ്റെ പേര് പറഞ്ഞ് ഹിന്ദുക്കളെ ആക്രമിക്കുമ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരു ന്യായമുള്ളത് സംഘപരിവാറാണ്, ഹിന്ദുക്കളല്ല എന്നുള്ളതാണ്. ടിപ്പുവിൻ്റെ കാലത്ത് സംഘപരിവാർ ഇല്ലായിരുന്നു. അന്ന് ഹിന്ദു സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഇല്ലായിരുന്നു. ഒരു സംഘടനയിലും അംഗമല്ലാത്ത പാവപ്പെട്ട ഹിന്ദുക്കളെയാണ് ആ നരാധമൻ്റെ സൈന്യം കൊന്നൊടുക്കിയത്. കൊന്നൊടുക്കാൻ ചെന്നിട്ട് മനുഷ്യരെ കിട്ടാതായപ്പോൾ ആ കശാപ്പുകാരൻ ഹിന്ദുക്കളുടെ വീടുകളിലെ തൊഴുത്തുകളിൽ ഇതൊന്നും അറിയാതെ കിടന്നിരുന്ന പശുക്കളെ തങ്ങളുടെ കയ്യിലെ വാളുകൾ കൊണ്ട് വെട്ടിനുറുക്കി അരിശം തീർക്കുകയുണ്ടായി. ഈ ക്രൂരതകളെക്കുറിച്ച് ചരിത്രകാരന്മാർ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾ പുണ്യമൃഗമായി കണക്കാക്കുന്നു എന്നല്ലാതെ എന്ത് തെറ്റാണ് ആ പാവം പശുക്കൾ ആ നരാധവനോട് ചെയ്തത്? ടിപ്പുവിൻ്റെ കാര്യമാണ് ആദിത്യ വിക്രമൻ പറയുന്നതെന്നുള്ള വ്യക്തമാണല്ലോ. 4 ലക്ഷത്തോളം പേരെ താൻ മതം മാറ്റി എന്ന് ഈ അധിനിവേശക്കാരനായ ടിപ്പു തന്നെ സമ്മതിക്കുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ലെറ്റേഴ്സ് ഓഫ് ടിപ്പു സുൽത്താൻ, അല്ലെങ്കിൽ ലെറ്റേഴ്സ് റിട്ടൺ ബൈ ടിപ്പു സുൽത്താൻ എന്നുള്ള വാക്കുകളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വിവരങ്ങൾ കിട്ടും. കാരണം ചരിത്രപരമായൊരു വസ്തുതയാണ്. തന്നെയുമല്ല, പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് ഉള്ള ചരിത്ര രേഖകളും ടിപ്പു തന്നെ എഴുതിയ എഴുത്തുകളെക്കുറിച്ചുള്ള ചില വിശകലനങ്ങളും ഒക്കെയായി മറ്റൊരു പ്രത്യേക വിശകലനമോ അല്ലെങ്കിൽ ഒരു വിശദീകരണമോ വീഡിയോ ആയി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രേക്ഷകരുടെ താല്പര്യം കമൻറ്റുകളിലൂടെ അറിയിക്കുക. അതുകൊണ്ട് ആ കൂടുതൽ ചരിത്രപരമായ വസ്തുതകളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല. ആദിത്യ വിക്രമൻ്റെ കുറിപ്പിൽ തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. 4 ലക്ഷത്തോളം പേരെ താൻ മതം മാറ്റി എന്ന് ഈ അധിനിവേശക്കാരനായ ടിപ്പു തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാലും ആ അധിനിവേശക്കാരനെ കരളിൻ്റെ കഷ്ണമായി സ്നേഹിക്കുന്ന മതതീവ്രവാദികൾ ഇതൊന്നും അംഗീകരിച്ച് തരില്ല. ചത്തുപോയ ടിപ്പു നേരിട്ട് വന്ന് താൻ ഹിന്ദുക്കളെ കൊല്ലുകയും മതപരിവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ ദക്ഷിണേന്ത്യയിലെ ടിപ്പു ആരാധകരായ മതതീവ്രവാദികൾ അതൊക്കെ തള്ളിക്കളയും. തന്നെയുമല്ല, മലപ്പുറത്തിൻ്റെ ആക്കണം ടിപ്പുവിനെ എന്നാവശ്യപ്പെടുകയും ചെയ്യും. അത് ഞാൻ കയ്യിൽ നിന്നിട്ടതാണ്, ആദിത്യ വിക്രമൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ മതതീവ്രവാദികൾക്ക് ടിപ്പുവിനോടുള്ള അടങ്ങാത്ത സ്നേഹത്തിനും ബഹുമാനത്തിനും പിറകിൽ? മറ്റൊന്നുമല്ല, ഇസ്ലാമിന് വേണ്ടി കൊല്ലാനും ചാവാനും നടന്നിരുന്ന ഒരു ചാവേറായിരുന്നു ടിപ്പു എന്നത് തന്നെയാണ്. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി കൊല്ലാനും ചാവാനും നടന്നവരൊക്കെ മുസ്ലിം വർഗീയവാദികളും തീവ്രവാദികളും ബഹുമാനിക്കുന്നു. അതിന് ലോക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആദിത്യ വിക്രമൻ പറയാത്തൊരു ഉദാഹരണം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ്.
സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ. മലബാർ കലാപത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത ജിഹാദികളിൽ ഒരാളായിരുന്ന വാര്യംകുന്നൻ ഇന്ന് ചില ജിഹാദികൾക്ക് അല്ലെങ്കിൽ പല ജിഹാദികൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയാണല്ലോ. ഇന്ന് മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ പിറകിൽ ടിപ്പു എന്ന നരാധമനായ വൈദേശിക അധിനിവേശ ശക്തിയുടെ പടയോട്ടവും കൂട്ടക്കൊലകളും കൂട്ടമതപരിവർത്തനവുമാണ്. ടിപ്പു അന്ന് പണിത തറയിൽ ചവിട്ടി നിന്നാണ് 1921 മലബാറിൽ മാപ്പിള ഭീകരന്മാർ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തും കൂട്ടമതപരിവർത്തനം നടത്തിയതും. അതേ അടിത്തറയിൽ ചവിട്ടി നിന്നാണ് പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് 1946 കേരളത്തിലെ രാജ്യദ്രോഹികളായ മതതീവ്രവാദ ശക്തികൾ അലറിയത്. ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട എന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ അതേ മതതീവ്രവാദ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന മുസ്ലിം തീവ്രവാദികൾ എങ്ങനെ ടിപ്പുവിനെ ഇഷ്ടപ്പെടാതിരിക്കും? എങ്ങനെ അയാളെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാതിരിക്കും? മക്കയിലും മദീനയിലും എന്താണോ മുഹമ്മദ് കാണിച്ചു കൂട്ടിയത് അതുതന്നെയാണ് മലബാറിൽ ടിപ്പു എന്ന നരാധമൻ ചെയ്തത്. അവിടെ ആദിത്യവിക്രമന് ചരിത്രപരമായൊരു ചെറിയ വസ്തുതാപിശക് പറ്റി സംഭവിച്ചിട്ടുണ്ട്. മക്കയിലും മദീനയിലും എന്നുള്ളത് മദീനയിൽ മാത്രമായിട്ട് പ്രേക്ഷകർ ഒന്ന് കാണണം. കാരണം മക്കയിൽ രക്തരഹിതമായിട്ടുള്ള ഒരു കീഴടക്കലാണ് ഇസ്ലാം നടത്തിയത്. മദീനയുടെ കാര്യത്തിൽ ശരിയാണ്, ബാനു ഖുർസയ്യ ഗോത്രം ഉൾപ്പെടെയുള്ള ഒരേ സമയം 900 പേരെ, അതും ആണുങ്ങളുടെ ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ 14 വയസ്സുള്ള കുട്ടികളെ വരെ കഴുത്ത് വെട്ടി ഒരു കിടങ്ങിലിട്ട് മൂടിയ ചരിത്രം മുതൽ പല കൂട്ടക്കൊലകളുടെ ചരിത്രങ്ങളും മദീനയിലും മദീനയ്ക്ക് ചുറ്റുമായി നടന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. മക്കയിൽ രക്തരഹിതമായിട്ടുള്ള ഒരു കീഴടക്കലാണ് മുഹമ്മദ് നടത്തിയത്. അതൊരു ചരിത്രപരമായിട്ടുള്ളൊരു ചെറിയ വസ്തുതാപിശകാണ്, ഒന്ന് തിരുത്തിയെന്ന് മാത്രം. ടിപ്പു എന്ന മതഭ്രാന്തനായ നരാധമൻ്റെ ലക്ഷ്യം നടന്നിരുന്നുവെങ്കിൽ ചുരുങ്ങിയ പക്ഷം കേരളം മുഴുവനായും കർണാടകയുടെ മിക്ക പ്രദേശങ്ങളും ഇന്ന് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി ഉണ്ടാകുമായിരുന്നില്ല. 47 വിഭജനത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ ഒരു തെക്കൻ പാകിസ്ഥാനായി മാറുമായിരുന്നു. നമ്മുടെ മുൻ തലമുറകൾ ഒന്നുകിൽ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് കർണാടകത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്കോ തമിഴ്നാട്ടിലേക്കോ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുമായിരുന്നു. അതല്ലെങ്കിൽ നമ്മുടെ പൂർവികർ മുസ്ലിം വർഗീയവാദികളുടെ കൈകളാൽ കൊല്ലപ്പെട്ടേനെ, അല്ലെങ്കിൽ നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെട്ടേനെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭാരത് മാതാ കി ജയ് എന്നും വന്ദേ മാതരമെന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരും തെക്കൻ പാകിസ്ഥാൻ സിന്ദാബാദ്, ഹിന്ദുസ്ഥാൻ മുർദാബാദ് എന്ന് വിളിക്കുമായിരുന്നു. ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ച് എത്രമാത്രം കൊടിയ ശത്രുവായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന അധിനിവേശ ഇസ്ലാമിക ഭീകരൻ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ അധിനിവേശ ഇസ്ലാമിക ഭീകരനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അയൽപക്കത്തോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലോ ഉണ്ടെങ്കിൽ തീർച്ചയായും കരുതിയിരിക്കുക. സയനൈഡ് തോൽക്കുന്ന വർഗീയ വിഷവും കൊടിയ രാജ്യദ്രോഹ ചിന്താഗതിയും വെച്ച് പുലർത്തുന്ന ഒരു ഒന്നാന്തരം ഇസ്ലാമിക ജിഹാദിയാണ് അയാൾ. ഇത്തരത്തിലൊരു ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരാൾ നിങ്ങളുടെ അയൽപക്കത്തുണ്ടെങ്കിൽ ഇത്തരക്കാരനായിരിക്കുമെന്നാണ് ആദിത്യവിക്രമൻ്റെ അഭിപ്രായം. അങ്ങനെയല്ലാതെ ഒരുത്തനും തൻ്റെ നാട്ടുകാരായ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ വാൾമുനയിൽ മതപരിവർത്തനം ചെയ്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നശിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്ത ടിപ്പു സുൽത്താൻ എന്ന നരാധമനെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യില്ല. ഇതിൻ്റെ ഒപ്പം ഒരു ചിത്രവും കൂടി ഞാൻ നൽകുന്നുണ്ട്. തംബ്നെയിലും ഈ ചിത്രം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് ആദിത്യവിക്രമൻ്റെ പോസ്റ്റിലുള്ളൊരു ചിത്രം തന്നെയാണ്. DYFIക്കാർ ടിപ്പു സുൽത്താനെ വാനോളം വാഴ്ത്തി നയിക്കുന്ന ഒരു സ്വാതന്ത്ര്യദിന അല്ലെങ്കിൽ നടത്തുന്നൊരു സ്വാതന്ത്ര്യദിന ജാഥയാണ്. അത് നയിക്കുന്നത് നമ്മുടെ പഴയ മേയർ കുഞ്ഞാവ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായിരുന്ന മേയർ കുഞ്ഞാവ, ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ അനാഥയായി നടക്കുന്ന മേയർ കുഞ്ഞാവ ആര്യ രാജേന്ദ്രനാണ്. എക്സ് മേയർ കുഞ്ഞാവ, ക്ഷമിക്കണം, മേയർ എന്ന് പറയാൻ പാടില്ലല്ലോ. എക്സ് മേയർ കുഞ്ഞാവ ആര്യ രാജേന്ദ്രനാണ്. ആ ചിത്രം കൂടി കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓട്ടപ്രദക്ഷിണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കുറിപ്പിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.